നെറ്റ്വർക്ക് കേബിൾസ്. നെറ്റ്വർക്ക് ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിളുകളാണ് നെറ്റ്വർക്ക് കേബിളുകൾ. നെറ്റ്വർക്കിന്റെ ടോപ്പോളജി, പ്രോട്ടോകോൾ, സൈസ് എന്നിവയെ ബേസ് ചെയ്തുകൊണ്ട് നെറ്റ്വർക്ക് കേബിളുകളെ കൊയാക്സിയൽ കേബിൾ, ട്വിസ്റ്റഡ് പേ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ലാൻഡ് കണക്ഷൻ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ കൊയാക്സിയൽ കേബിളുകളും ട്വിസ്റ്റഡ് പേ കേബിളുകളും ഉപയോഗിക്കാം. അതുപോലെ വാൻ കണക്ഷൻ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളും ഉപയോഗിക്കാവുന്നതാണ്. മുൻകാലങ്ങളിൽ നെറ്റ്വർക്ക് കേബിളുകളായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊയാക്സിയൽ കേബിളുകളാണ്. എന്നാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഇത്തരം കേബിളുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. കേബിൾ TV, CCTV തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫിയറൻസ് ഒക്കെ കാരണം കൊയാക്സിയൽ കേബിളുകളിലൂടെയുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ വളരെ സ്ലോ ആയിരുന്നു. അതിനെ ഓവർകം ചെയ്തുകൊണ്ട് വന്ന കേബിളുകളാണ് ട്വിസ്റ്റഡ് പേ കേബിളുകൾ. ഇവയെ ലാൻ കേബിൾ എന്നും എതർനെറ്റ് കേബിൾ എന്നൊക്കെ പറയാറുണ്ട്. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്ന കേബിളുകളാണ് ട്വിസ്റ്റഡ് പേ കേബിളുകൾ. രണ്ട് തരം ട്വിസ്റ്റഡ് പേ കേബിളുകളാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പേ കേബിൾ അഥവാ UTP കേബിൾസ്, ഷീൽഡഡ് ട്വിസ്റ്റഡ് പേ കേബിൾ അഥവാ STP കേബിൾസ്. എക്സ്ട്രാ പ്രൊട്ടക്ഷൻ വരുന്ന ട്വിസ്റ്റഡ് പേ കേബിളുകളാണ് STP കേബിളുകൾ. സാധാരണയായി ഹൈ വോൾട്ടേജ് ക്യാരി ചെയ്യുന്ന ലൈൻസ് വരുന്ന സ്ഥലങ്ങളിലും ഇലക്ട്രിക്കൽ സിഗ്നൽ കൊണ്ട് സിഗ്നൽ ലോസ് ഉണ്ടാവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് STP കേബിളുകൾ ഉപയോഗിച്ചു വരുന്നത്. എതർനെറ്റ് കേബിളുകൾ ഡിഫറെന്റ് കാറ്റഗറീസിൽ വരുന്നുണ്ട്. Cat 1, Cat 2, Cat 3, Cat 4, Cat 5, Cat 5e, Cat 6, Cat 6a, Cat 7, Cat 7a ആൻഡ് Cat 8 കേബിളുകൾ. ഇവിടെ Cat 1 and 2 കേബിളുകൾ എതർനെറ്റ് സ്റ്റാൻഡേർഡിൽ വരുന്നതല്ല, ടെലിഫോൺ ആൻഡ് മോഡൽ ലൈൻസിൽ ഉപയോഗിച്ച് വരുന്നതാണ്. സ്പീഡ് അനുസരിച്ചാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ Cat 8 ആണ്. Cat 5eക്ക് മുകളിലുള്ള കേബിളുകളാണ് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. ഫൈബർ ഒപ്റ്റിക് കേബിൾസ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ ഒരു ഗ്ലാസ് കവറിനകത്ത് കൂടെ ലൈറ്റ് പാസ് ചെയ്തുകൊണ്ടാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രിക്കൽ സിഗ്നൽ കൊണ്ടുള്ള പ്രശ്നങ്ങളില്ല. ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുന്നു. രണ്ട് തരം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളാണുള്ളത്. സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളും മൾട്ടി മോഡ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളും. സിംഗിൾ മോഡ് OFC കേബിളുകൾ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഗ്ലാസ് കവറിന്റെ ഡയമീറ്റർ വളരെ ചെറുതായതുകൊണ്ട് തന്നെ സ്ട്രോങ് ലൈറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുകയുള്ളൂ. മൾട്ടിമോഡ് OFC കേബിളുകളും ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും സിംഗിൾ മോഡ് ഫൈബർ കേബിളുകളെക്കാൾ കുറഞ്ഞ ഡിസ്റ്റൻസിൽ മാത്രമേ മൾട്ടിമോഡ് ഫൈബർ കേബിളുകളിലൂടെ ട്രാൻസ്മിഷൻ നടക്കുകയുള്ളൂ. താങ്ക് യു.